26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്ത് ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ച വ്യാജ സ്വർണ്ണാഭരണ വിൽപ്പന വ്യാപകം. വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയ സ്ഥാപനങ്ങളിൽ നൽകി വായ്പ തട്ടിയെടുക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വ്യാപാരികൾ. പൊന്നിനെന്നും പൊന്നും വിലയാണ്. അത് കേവലം ആഭരണമെന്നതിലുപരി തലമുറകളിലേക്ക് കൈമാറുന്ന സമ്പാദ്യമായി ഇന്നെല്ലാവരും കാണുന്നു, പ്രത്യേകിച്ച് മലയാളികൾ. ഓരോ തരി പൊന്നും എത്രനാൾ കാത്തു സൂക്ഷിക്കുന്നു, അത്രയും ഇരട്ടിയായി മൂല്യവും കൂടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മലയാളികളുടെ സ്വർണ്ണഭ്രമം അനാവശ്യ സംസ്കാരമായി കടന്നുപോയിരുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. മറ്റേതു സമ്പാദ്യവും നൽകുന്നതിലേറെ മൂല്യമാണ് ഇപ്പോൾ സ്വർണം നമുക്ക് നൽകുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ സ്വർണ്ണ വിപണിയിലെ ചാഞ്ചാട്ടം ഓരോ ഉപഭോക്താക്കൾക്കിടയിലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. സമീപകാലത്ത് വിപണിയിലെ വില നിലവാരം നല്ല സൂചനയാണെന്നാണ് പറയുന്നത്. ഒരു ഔൺസിന് $4,100 എന്ന പ്രാരംഭ പ്രതിരോധ നില മറികടക്കാൻ സ്വർണ്ണ വിപണിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിപണിയിലെ ഈ സ്ഥിരത വിലയേറിയ ഈ ലോഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൂചനയാണ്. മധ്യപൂർവേഷ്യയിലെ പുതിയ സംഘർഷാവസ്ഥ എണ്ണവില ഉയരാൻ കാരണമാകുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ ഭാഗമായി സ്വർണത്തിന്റെ നില ഭദ്രമായി തുടരുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പാതിവഴിയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ വീണ്ടും ആക്രമണങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ പുതിയ സംഘർഷം വലിയൊരു മാറ്റം തന്നെയാണ് സ്വർണ്ണ വിപണിയിലും കൊണ്ടുവരിക. സ്വർണ്ണ വിപണിക്ക് സ്ഥിരമായി നേട്ടം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ വലിയ ചാഞ്ചാട്ടം തുടരുന്നില്ല എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം. ജനുവരി മുതൽ വലിയ ഇടിവ് ഉണ്ടായതിനെ തുടർന്ന് സ്വർണം ഇപ്പോഴും ഒരു വ്യക്തമായ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പണപ്പെരുപ്പം, സാമ്പത്തിക വളർച്ചയിലെ മാന്ദ്യം, ഒപ്പം സാമ്പത്തിക കടബാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകളും ഇങ്ങനെയെല്ലാം സ്വർണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ആയതിനാൽ സ്വർണ്ണവില ഇനിയും എങ്ങോട്ട് കുതിക്കുമെന്ന ചോദ്യം ബാക്കുകയാണ്. അതേസമയം ഇപ്പോഴിതാ സംസ്ഥാനത്ത് ഹോൾമാർക്ക് മുദ്ര പതിച്ച വ്യാജ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുമായി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ രംഗത്തെത്തി. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും വർദ്ധിച്ചു വരികയാണ്. ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കേസുകൾ നടന്ന് പോലീസ് വിവിധ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കണ്ണൂരും കോഴിക്കോടും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരികയും ചെയ്തു. ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ച വ്യാജ ആഭരണങ്ങളാണ് തട്ടിപ്പിന് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയ സ്ഥാപനങ്ങളിൽ നൽകി വായ്പ തട്ടിയെടുക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. സ്വർണ്ണവിലയിലെ വലിയ വർധനവിന് പിന്നാലെയാണ് ഇത്തരം തട്ടിപ്പുകളും വ്യാപകമായിരിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.